Government ITI Malampuzhiയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. ഈ വീഡിയോ ഓട്ടോകാഡിന്റെ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ്. നമുക്കറിയാം it is a very famous and a user friendly software for 2D and 3D modeling. It is used in civil, mechanical, architecture, interior designing, etc. നമുക്ക് രണ്ട് വേർഷനിലായിട്ട് ഇത് നമുക്ക് അവൈലബിൾ ആണ്. പെയ്ഡ് വേർഷനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വേർഷനായിട്ട് യൂസ് ചെയ്യാം. എഡ്യൂക്കേഷണൽ വേർഷൻ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മൾ ഇന്ന് ഈ ഡെമോൺസ്ട്രേഷൻ ഫസ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ്, ബേസിക് സെറ്റിങ്സ് ആൻഡ് ബേസിക് കമാൻഡ്സിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ്. നമുക്കൊരു ഓട്ടോകാഡ് ഓപ്പൺ ചെയ്ത സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ഡ്രോയിങ് അല്ലെങ്കിൽ റീസെൻറ്റ് ഡ്രോയിങ് എന്നുള്ള രണ്ട് ഓപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ സ്റ്റാർട്ട് ഡ്രോയിങ് എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിവിടെ ഓട്ടോകാഡ് കുറച്ച് ഹാങ് ആയതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് നമ്മൾ കാണിക്കാത്തത്. സോ ഓട്ടോകാഡ് ഓപ്പൺ ആകുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ഡ്രോയിങ് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്താണ് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും. സോ ഇവിടെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ടാബ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. ഇത് 3D മോഡലിങ്ങിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. സോ അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലോസ് ചെയ്യാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഓഫ് ഓട്ടോകാഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പിലായി കാണുന്ന ബാറാണ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിന്റെ സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് ആക്സസ് ടൂൾ ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യമായി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൂളുകളെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ സൈഡ് ഒരു ആരോ മാർക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുൾ ഡൗൺ മെനു വരും, താഴേക്കൊരു മെനു വരും. സോ ഈ മെനുവിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ന്യൂ, ഓപ്പൺ, സേവ് ആസ്, ഓപ്പൺ ഫ്രം ദി വെബ് ആൻഡ് മൊബൈൽ, സേവ് ടു ദി വെബ് ആൻഡ് മൊബൈൽ എന്നുള്ള 4 ഓപ്ഷനുകളാണ് ഇവിടെ ഇപ്പോൾ ഓണായി കിടക്കുന്നത്. നമ്മളിതിൽ ഏറ്റവും ബേസിക് ഓർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമാൻഡാണ് വർക്ക് സ്പേസ് എന്നുള്ളത്. ഇവിടെ വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ആഡ് ആയി വരും. വർക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ്റെ പുതിയൊരു ടാബ് കൂടി ഓൺ ആയി വരും. അതിൻ്റെ സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, 3D ബേസിക്സ്, 3D മോഡലിംഗ്, സേവ് കറണ്ട് ആസ്, വർക്ക് സ്പേസ് സെറ്റിംഗ്, കസ്റ്റമൈസ്, ഇത്രയും ഓപ്ഷൻ ലഭിക്കും. ഇത് നമുക്ക് 2D അല്ലെങ്കിൽ 3D ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ വരുന്ന സമയത്ത് നമുക്ക് 2D മോഡലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഓട്ടോകാഡ് തന്നെ 3D മോഡലായി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3D മോഡലിംഗ് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് സ്റ്റാറ്റസ് ബാർ, ഈ ബാറിനെ നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ എൻഡിൽ കാണുന്ന ഈ സെറ്റിങ്സും വർക്ക് സ്പേസ് സ്വിച്ചിങ്ങിൻ്റെ ഓപ്ഷൻ ആണുള്ളത്. ഇത് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂളിൽ ഉപയോഗിച്ച് ആഡ് ചെയ്യാം, വർക്ക് സ്പേസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ബേസിക് സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അത് വർക്ക് സ്പേസ് സ്വിച്ചിങ് ഓപ്ഷൻ ഇവിടെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഇവിടെ ഡ്രോയിങ് 1DWG ഏത് ഫോർമാറ്റ് ആണ് എന്നുള്ളുണ്ട്. ഇതിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. നമ്മൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്യുന്ന സമയത്ത് ഏത് ഏത് പേരിലാണ് സേവ് ചെയ്യുന്നുള്ള ഫയലിൻ്റെ ട്രാക്കിംഗ് ID ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെയുള്ള ഈ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നെറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഓട്ടോഡെസ്കിൻ്റെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. എൻഡിൽ കാണുന്നത് മിനിമൈസ്, റീസ്റ്റോർ ആൻഡ് ക്ലോസ് ബട്ടൺ ആണ്. എൻ്റെ സെക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ നമുക്കിവിടെയുള്ള ബേസിക് കമാൻഡ്സുകൾ കൊണ്ട് ഇതിനെ ഫയൽ എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, ടൂൾ, ഡ്രോ, ഡയമെൻഷൻ, മോഡിഫൈ, പാരാമെട്രിക്, വിൻഡോ, ഹെൽപ്പ്, അസസ്, ഇതിനെയാണ് മെനു ബാർ എന്ന് പറയുന്നത്. മെനു ബാറിനെ നമുക്ക് ഇവിടെ ക്വിക്ക് അക്സസ് മെനുവിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് കിട്ടുന്ന സമയത്ത് ഇവിടെ തന്നെ മെനു, ഹൈഡ് മെനു ബാർ അല്ലെങ്കിൽ ഷോ മെനു ബാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹൈഡ് മെനു ബാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെനു ബാർ ക്ലോസ് ചെയ്ത് പോകും. വീണ്ടും അതൊന്ന് ഓപ്പൺ ആക്കണമെങ്കിൽ ഷോ മെനു ബാർ ക്ലിക്ക് ചെയ്താണ് മെനു ബാർ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രോയിങ്ങിൻ്റെ ടൂളുകളും അല്ലെങ്കിൽ കമാൻഡ്സുകളും ലഭിക്കുന്നത് ഈ മെയിൻ മെനു ബാറിലാണ്. മെനു ബാർ ഉണ്ടെങ്കിൽ ബാക്കി ഒരു കമാൻഡ്സോ ബാക്കി ഒരു ടൂൾ ബാറുകളോ ഇല്ലെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ഡ്രോയിങ് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും.
സോ എൻ്റയർ ആയിട്ടുള്ള എല്ലാ കമാൻഡുകളും അടങ്ങുന്ന ബാറാണ് മെനു ബാർ. സോ മെനു ബാർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ക്വിക്ക് ആക്സസ് ബാറിൽ നിന്ന് ഇവിടെ പുൾ ഡൗൺ മെനു കിട്ടും. അവിടെ നിന്ന് ഹൈഡ് ഷോ മെനു ബാർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെനു ബാർ ആക്സസിബിൾ ആകും. മെനു ബാറിലാണ് ഫയലിൽ എല്ലാ ന്യൂ, സേവ് ആസ്, ഓപ്പൺ, ക്ലോസ് അങ്ങനെ എല്ലാ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസും അവിടെയുണ്ട്. എഡിറ്റിൽ മെയിനായിട്ട് കട്ട്, കോപ്പി, പേസ്റ്റ്, അണ്ടോ, റീഡോ, ഡിലീറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. ദെൻ വ്യൂവിലാണ് നമ്മൾ വ്യൂ ചെറുതാക്കാനും വലുതാക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഡിസ്പ്ലേ സെറ്റിങ്സുകളൊക്കെ ചെയ്യുന്നത്. സൂം, പാൻ, റീജിയൺ, റീഡ്രോ അങ്ങനെയുള്ള. ഇതിൽ മെയിനായിട്ട് സൂമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൂമിൽ തന്നെ റിയൽ ടൈം, പ്രീവിയസ്, വിൻഡോ, ഡൈനാമിക്, സ്കെയിൽ, സെൻറ്റർ, ഒബ്ജക്റ്റ്, ഇൻ, ഔട്ട്, ഓൾ, എക്സ്റ്റെൻഡ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻ ഉണ്ട്. പാൻ അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പാൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇതുണ്ട്. ഈ സൂം ആൻഡ് പാൻ നമുക്ക് മൗസ് കൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും. മൗസ് ഇൻ ആൻഡ് ഔട്ട് ആക്കുന്ന സമയത്ത് സൂം ഇന്നും സൂം ഔട്ടും ആവുന്നുണ്ട്. അതുപോലെ തന്നെ പാൻ സെൻറ്ററിലുള്ള മൗസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത പാൻ്റെ ഫങ്ഷൻ വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇൻസേർട്ടിലും ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളതും പിന്നെ ഡ്രോയിങ്ങിൻ്റെ കുറച്ച് 3D സ്റ്റുഡിയോ അങ്ങനെയുള്ള സെറ്റിങ്സിന് വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഫോർമാറ്റാണ് നമ്മൾ എല്ലാ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല്, അതായത് ഡയമെൻഷൻ സ്റ്റൈല്, പോയിന്റ് സ്റ്റൈല്, മൾട്ടിലൈൻ ഏതിൻ്റെയും സ്റ്റൈലിൻ്റെയും ഒക്കെ സെറ്റിങ്സ് മെയിനായി ചെയ്യുന്നത് ഫോർമാറ്റിലാണ്. സോ ടൂൾ നമ്മൾ ഏതൊക്കെ ടൂളാണ്, ടൂൾ ബാറുകൾ, പാലറ്റുകൾ, വർക്കിംഗ് സ്പേസുകൾ ഇതിൻ്റെയൊക്കെ സെറ്റിങ്സിന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ വർക്ക് സ്പേസ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും കിട്ടുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, 3D ബേസിക്സ് ഇതൊക്കെ നേരത്തെ ആഡ് ചെയ്ത് തന്നെയാണ്. സോ അതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും കിട്ടും. ടൂളിലാണ് നമ്മൾ പറഞ്ഞത്. സോ റിബൺസ്, പലതരത്തിലുള്ള ഏത് ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഏതൊരു ടൂളും അതിൽ നിന്ന് എടുക്കാം. ദെൻ ഡ്രോ ടൂൾ ബാർ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതേ ഡ്രോ ടൂൾ ബാർ തന്നെയാണ്. കുറച്ച് എക്സസ് അത്യാവശ്യമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ ഡ്രോ ടൂൾ ബാറും കൂടി നമുക്കിവിടെ ടൂൾ ബാറായി തന്നെ എടുത്തു വെക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും ഡയമെൻഷനിങ് സിസ്റ്റമാണുള്ളത്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴും ഡയമെൻഷനും കൂടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ്. സോ ഇത് ഡയമെൻഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയമെൻഷനാണ്. ലീനിയർ, അലൈൻഡ്, ആർക്ക്. നമ്മൾ തിയറിയിൽ ഓൾറെഡി ഇതൊക്കെ ഓരോന്നും പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ തിയറിയും കൂടി കണ്ടിട്ട് വേണം ഓട്ടോകാഡിൻ്റെ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ കാണുന്നതിന് വേണ്ടി. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മോഡിഫൈഡ് ടൂൾ ബാറിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളിനെയും നമുക്ക് തിയറിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓട്ടോകാഡിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫൈഡ് ടൂളിൻ്റെ ഓരോ ഉപയോഗം അതിൻ്റെ ഐക്കണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതേ മോഡിഫൈങ് ടൂൾ ബാറാണിത്. മോഡിഫൈങ് ടൂൾ ബാറിനെ നമുക്കിവിടെ സൈഡിൽ എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും, അതായത് ക്യുക്കായിട്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ദെൻ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യമില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഡ്രോ ടൂൾ ബാറും അതുപോലെ തന്നെ മോഡിഫൈഡ് ടൂൾ ബാർ, ഡയമെൻഷനും ഫോർമാറ്റ് ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള നമ്മൾ ഈ മൂവ് ചെയ്യുന്ന ഈ പോർഷനെ നമ്മൾ കേഴ്സർ എന്നാണ് പറയുന്നത്. ഈ ക്രോസ് ഹെയർ, ഇതിന് രണ്ട് ക്രോസ് ഹെയറും പിന്നെ ഒരു പിക്ക് ബോക്സും ഉണ്ടാവും. ക്രോസ് ആയിട്ടുള്ള രണ്ട് ലൈനെയാണ് നമുക്ക് ക്രോസ് ഹെയർ എന്ന് പറയുന്നത്. പിന്നെ സെൻറ്ററിൽ കാണുന്ന ബോക്സ് ആണ് പിക്ക് ബോക്സ്. ഇതാണ് നമ്മുടെ പോയിന്റർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ കമാൻഡുകളും ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നതും ഡ്രോ ചെയ്യുന്നതും ഒക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോകാഡിൻ്റെ ഇനീഷ്യൽ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ നമുക്ക് ബാക്കിയുള്ള ബാറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ടൂൾ ബാറുകളാണ്. ഡ്രോയിൻ്റെ ടൂൾ ബാറും അതുപോലെ തന്നെ ഇവിടെ മോഡിഫൈൻ്റെ ടൂൾ ബാറും ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇത്. ഇതിനെ കമാൻഡ് പാലറ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ കമാൻഡ് ബാർ എന്നാണ് പറയുക. നമ്മൾ ഏത് കമാൻഡുകളും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ഈ ബോക്സിൽ കാണുന്നത്. ഈ ബോക്സിൽ അവർ നമ്മളൊരു കമാൻഡ് ഇതായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി തുടങ്ങുന്നതായിരിക്കും. നമുക്കിത് വായിച്ച് തന്നെ ഈ കമാൻഡ് നമുക്ക് വായിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് കീബോർഡിൽ ഉണ്ടാകുന്ന ഷോർട്ട് കീകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതും ഇവിടെയാണ്. ഏറ്റവും ചുവടെ ഓട്ടോകാഡിൽ കാണുന്ന ബാറിനെയാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്.
സ്റ്റാറ്റസ് ബാറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. ഫസ്റ്റ് വൺ ഗ്രിഡ് മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള ഓപ്ഷൻ. അതിൽ F7 ആണ് അതിൻ്റെ ഫങ്ഷണൽ കീ. മൗസ് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് തന്നെ അത് ഏത് ഫംഗ്ഷൻ ആണെന്നും അതിൻ്റെ ഫങ്ഷണൽ കീ എന്താണെന്നും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഗ്രിഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വർക്ക് സ്പേസിൽ ഈ ബ്ലാക്ക് കാണുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ സ്പേസിനെയാണ് നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയാം. വർക്ക് സ്പേസിൽ നമ്പർ ഓഫ് ലൈൻസ്, അതായത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഗ്രിഡ് ലൈൻസ് വരും. ഇത് നമുക്ക് സാധാരണയായിട്ട് ഓപ്ഷൻ ആവശ്യമില്ല. സോ ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളർ ആയിരിക്കും. വൈറ്റ് കളർ ആണെങ്കിൽ അത് ഓഫ് പൊസിഷനിലാണ്. സോ ക്ലിക്ക് ചെയ്ത് മൗസ് കൊണ്ട് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബ്ലൂ കളറിലാവും. ബ്ലൂ കളറിനാണെങ്കിൽ ആ ഓപ്ഷൻ ഓൺ ആണെന്നാണ് അർത്ഥം. സോ ഇത് ക്ലോസ് ചെയ്തിടുന്നു. ദെൻ സ്നാപ്പ് മോഡ്, അതിൻ്റെ ഫങ്ഷണൽ കീ F9 ആണ്. പോളാർ ട്രാക്കിംഗ് F10 ആണ്. അതുപോലെ തന്നെ ഐസോ ഡ്രാഫ്റ്റ്, ഒബ്ജക്റ്റ് സ്നാപ്പ് അത് F3 ആണ് അതിൻ്റെ ഫങ്ഷണൽ കീ. ദെൻ അനോട്ടേഷൻ, ഷോ അനോട്ടേഷൻ ഒബ്ജക്റ്റ് ഇറ്റ്സ് ഓൾവേസ് ഓൺ. അനോട്ടേഷൻ്റെ സ്കെയില് നേരത്തെ പറഞ്ഞ പോലെ വർക്ക് സ്പേസ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 2D 3Dയിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഈ വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുക. കറണ്ട് ഏത് ഡ്രോയിങ് ഏത് യൂണിറ്റ്സിലാണെന്ന് കാണിക്കുക ഡെസിമൽ. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ആവശ്യമില്ല. സോ ഇതിൻ്റെ ഈ സ്റ്റാറ്റസ് ബാറിൽ കാണപ്പെടുന്ന ഓരോ ഐക്കണിൻ്റെയും ഉപയോഗം നമുക്ക് ഒരു ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമാൻഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഇവിടെ കാണുന്ന ബാറിനെയാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇത് ഡ്രോന്റെ ടൂൾ ബാർ ആണ്. ഇവിടെ മെനു ബാറിലുള്ള ഡ്രോയിൽ കാണുന്ന ഒട്ടുമിക്ക ഓപ്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂൾ ബാറാണിത്. ഡ്രോ ടൂൾ ബാർ ആണ്. ദെൻ ഇവിടെ കാണുന്ന ടൂൾ ബാർ ആണ് മോഡിഫൈങ് ടൂൾ ബാർ. മോഡിഫൈ, ഇവിടെ മെനുവിൽ മോഡിഫൈ എന്ന് കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടൂൾ ബാറുകളും ടൂളുകളെയും കമാൻഡുകളെയും അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൂൾ ബാറാണിത്. ഇത് നമുക്ക് ഇപ്പോൾ ഡോക്ക്ഡ് ആണ്. നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് ക്ലോസ് ചെയ്തിടാം. ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇനി അത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രോയിങ് വരയ്ക്കണമെങ്കിൽ സൈഡിൽ ഈ ഡ്രോയിൻ്റെയും മോഡിഫൈൻ്റെയും ടൂൾ ബാർ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ടൂൾസിൽ പോകാം. ടൂൾസ് ക്ലിക്ക് ചെയ്താൽ ടൂൾ ബാർ കാണും. ടൂൾ ബാറിൽ നമുക്ക് AutoCAD ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാണുന്ന ഈ മെനുവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഡ്രോ ടൂൾ ബാർ അതെടുക്കുന്നു. ഡ്രോ ടൂൾ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് സൈഡിൽ കൊണ്ടുപോയി വെക്കാം. അതുപോലെ തന്നെ വീണ്ടും ടൂൾസിൽ പോകുന്നു. ടൂൾ ബാർ എടുത്ത് AutoCADൽ ഇനി മോഡിഫൈ ആണ് വേണ്ടത്. മോഡിഫൈ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈൻ്റെ ടൂൾ ബാർ കിട്ടും. സോ ഇത് സൈഡിൽ കൊണ്ടുപോയി വെക്കാം. മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് സൈഡിൽ കൊണ്ടുപോയി വെക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് ടൂൾ ബാർ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഡ്രോയിങ് കംപ്ലീറ്റ് ആയി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പറയേണ്ടത് നമുക്ക് ഡ്രോ ടൂൾ ബാറിലെ ഡിഫറെൻറ്റ് കമാൻഡുകളെ കുറിച്ചും മോഡിഫൈ ടൂൾ ബാറിലെ ഡിഫറെൻറ്റ് കമാൻഡുകളെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് കേഴ്സറിൽ രണ്ട് തരത്തിലുള്ള സെലക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ രണ്ട് തരത്തിലുള്ള സെലക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം. റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളറിലുള്ള സെലക്ഷനാണ് വരുന്നത്. ഇത് സെലക്ട് ചെയ്ത് മറ്റൊരു പോയിന്റ് പിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്ന അതിൻ്റെ അകത്ത് ആ ബ്ലൂ സെലക്ഷൻ്റെ അകത്ത് വരുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ആ ഓപ്ഷനെ നമ്മൾ ഡ്രോ ചെയ്ത ഒരു പോർഷനിൽ. ഇനി മറ്റൊരു തരത്തിലുള്ള സെലക്ഷനാണ്. ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുമ്പോൾ ഗ്രീൻ കളറിലാണ് ഒരു വിൻഡോ വരുന്നത്. സോ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഏതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത പോയിന്റിനെയും കൂടി കംപ്ലീറ്റ് സെലക്റ്റഡ് ആയിട്ടുണ്ട്. സോ രണ്ട് തരത്തിലുള്ള സെലക്ഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് പോയിന്റർ ഒരു സൈഡ് ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറിലുള്ളതായിരിക്കും. ഇപ്പോൾ ബ്ലൂ കളറിൽ കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത് അത് മാത്രമേ സെലക്റ്റഡ് ആവുള്ളൂ. മറ്റൊരു തരത്തിലുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കംപ്ലീറ്റ് സെലക്റ്റഡ് ആവും. ടച്ച് ചെയ്ത എല്ലാ ഫിഗറും കംപ്ലീറ്റ് സെലക്ട് ആവും. സോ രണ്ട് തരത്തിലുള്ള സെലക്ഷനാണുള്ളത്. ഏതൊരു കമാൻഡ് നമുക്ക് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള എസ്കേപ്പ് ബട്ടൺ, ഏറ്റവും മെന്റിൽ കാണപ്പെടുന്ന എസ്കേപ്പ് ബട്ടൺ യൂസ് ചെയ്യാം. ഏതൊരു കമാൻഡ് നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കത് ആവശ്യമില്ല എങ്കിൽ എസ്കേപ്പ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും. ഇത് സോ നമ്മൾ ഡ്രോ ടൂൾ ബാറിലെ ഫസ്റ്റ് കമാൻഡായ ലൈനിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൈൻ കമാൻഡ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്നത്
സ്പെസിഫൈ ദി ഫസ്റ്റ് പോയിന്റ് എന്നാണ്. സോ നമ്മൾ വർക്ക് സ്പേസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേഴ്സർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഏത് ഡയറക്ഷനിലേക്കും നമുക്ക് ലെങ്ത് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ റാൻഡായിട്ട് ക്ലിക്ക് ചെയ്ത് ലൈൻ വരയ്ക്കാവുന്നതായിരിക്കും. ഐദർ ഈ രീതിയിൽ ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് എപ്പോഴും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡ്രോയിങ് ഉണ്ടായിരിക്കും. അങ്ങനെയാകുന്ന സമയത്ത് ലൈൻ പിക്ക് ചെയ്ത് ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്ത് എത്ര ഡയമെൻഷൻ ആണ് എന്ന് നമുക്കറിയാം, എത്ര ലെങ്ത് ആണ് എത്ര ബ്രെഡ്ത്ത് ആണ് നമുക്കറിയാം. സോ ലൈനിന്റെ ലെങ്ത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്ത് വെച്ച് 100 ആണ് ലൈനിന്റെ ലെങ്ത് എങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ലെങ്ത് അറിയാമെങ്കിൽ 200 എൻ്റർ, ലെങ്ത് അറിയാമെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് ലെങ്ത് എൻ്റർ ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ ആണ്. പക്ഷേ നമ്മൾ സാധാരണയായി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുന്ന ഡ്രോയിങ്ങുകളാണ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്തതിന് ശേഷം ലൈൻ ഹൊറിസോണ്ടൽ ആകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വെർട്ടിക്കൽ ആകുന്നതിന് വേണ്ടി F8 എന്ന ഫങ്ഷണൽ കീ പ്രസ് ചെയ്യുക. കീബോർഡിൽ F8, അത് ഓർത്തോ മോഡാണ് ഓൺ ആകുക. ഈ ഓർത്തോ F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ മൗസ് പോയിന്റ് കൊണ്ടുപോയാലും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ദെൻ നമ്മൾ എത്രയാണോ ലെങ്ത് 100 എൻ്റർ ചെയ്യുന്നു. വീണ്ടും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ വരക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് വീണ്ടും കാണുന്നത്. സോ ഏത് ഡയറക്ഷനിലാണ് വീണ്ടും 100 എൻ്റർ ചെയ്യുന്നു, ഡയറക്ഷൻ മാറ്റുന്നു, വീണ്ടും ലെങ്ത് എൻ്റർ ചെയ്യുന്നു, ദെൻ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുന്നു, 100 എൻ്റർ ചെയ്യുന്നു. ഇത് വീണ്ടും ലൈൻ നമുക്ക് വരച്ചു കൊണ്ട് പോകാം. അതിന് പകരം അവിടെ നിന്ന് മതിയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അതിൽ നിന്ന് പോയിക്കോളും. ഇത് ഓരോ ലൈനും സെപ്പറേറ്റ് ലൈനാണ്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. സെപ്പറേറ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് പോകാം. ദെൻ അതാണ് ലൈൻ കമാൻഡ് എന്ന് പറയുന്നത്. സോ ലൈൻ ഒന്നുകൂടി പറയാം. ലൈൻ പിക്ക് ചെയ്യുന്നു, ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു, ഏത് ഡയറക്ഷനാണ് അതിലേക്ക് മൗസ് ക്ലിക്ക് താഴേക്കോ മുകളിലേക്കോ ഏത് ഡയറക്ഷനിലേക്കാണ് വരയ്ക്കേണ്ടത് അതിനനുസരിച്ച് മൗസ് പോയിന്റ് മൂവ് ചെയ്യുക. ദെൻ ലൈൻ ലെങ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയി ഇനിയും വരക്കണമെങ്കിൽ ആ ഡയറക്ഷൻ ഏതാണോ അതനുസരിച്ച് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. ദെൻ ലെങ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ഡ്രോ ടൂൾ ബാറിന്ന് ഡയറക്റ്റ് ലൈൻ എടുക്കുന്ന രീതിയാണ്. അതല്ലാതെ തന്നെ നമുക്ക് കമാൻഡ് പാനൽ ഉണ്ട്. ഈ കമാൻഡ് ബാറിൽ നമുക്ക് L എൻ്റർ ചെയ്ത്, L ആണ് ലൈനിന്റെ ഷോർട്ട് കീ, L എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ എന്ന് നമുക്ക് വീണ്ടും കിട്ടും. സ്പെസിഫൈ ദ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലൈൻ വരക്കാം. ഡ്രോ ചെയ്ത് ലൈൻ ക്ലിക്ക് ചെയ്ത് വരക്കാം. ലാസ്റ്റ് കമാൻഡ് നമുക്ക് വേണ്ടെങ്കിൽ എപ്പോഴും എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക, കമാൻഡ് പോയി. സോ ഇങ്ങനെയാണ് ഫസ്റ്റ് കമാൻഡ് ലൈൻ ചെയ്യുന്ന രീതി. രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ലൈൻ. അതിന് മുമ്പ് ഈ XY കാണുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് UCS ഐക്കൺ ആണ്. യൂസർ കോർഡിനേറ്റ് ഇന്റർഫേസസ് ആയിട്ടുള്ള UCS ഐക്കൺ ആണത്. ഇത് നമുക്ക് ഒറിജിനൽ തന്നെ നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ ഒറിജിനൽ തന്നെ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യൂ ടൂൾ ബാറിൽ ഡിസ്പ്ലേ അതിൽ UCS ഐക്കൺ ഒറിജിൻ ക്ലിക്ക് ചെയ്താൽ മതി. സോ അത് മൂവ് ചെയ്ത് ഒറിജിനൽ തന്നെ പോയി നിൽക്കും. ഇവിടെ ഒറിജിനലാണ് കാണുന്നത്, ഒറിജിനൽ പോയി നിന്നോളൂ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലൈൻ ആണ്. കൺസ്ട്രക്ഷൻ ലൈൻ നമ്മൾ ഡ്രോയിങ് വരക്കുന്ന സമയത്ത്, ബിൽഡിംഗ് ഡ്രോയിങ് വരക്കുന്ന സമയത്ത് ഇൻഫൈനൈറ്റ് ലെങ്ത് ആയിട്ടുള്ള ലൈനുകൾ വരക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനുകൾ വരക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. സോ ഇതും നമ്മൾ ഡ്രോയിങ് എലിവേഷൻ സെക്ഷൻ ഇതൊക്കെ വരക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ലൈൻ വളരെയധികം ഉപകാരമാണ്. അതിനുശേഷം വരുന്ന അടുത്ത ഒരു കമാൻഡാണ് പോളി ലൈൻ. പോളി ലൈനിൻ്റെ പ്രത്യേകത ഒരു ലൈൻ വരക്കാം, അതിനോടൊപ്പം എൻ്റർ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വീണ്ടും അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൈൻ ഓപ്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും, ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് ആർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വീണ്ടും നമുക്ക് ആർക്ക് തന്നെ വേണമെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആർക്ക് തന്നെ വരച്ച് പോകാം. വീണ്ടും ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
സോ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടും ആർക്കും ലൈനും കണക്ട് ചെയ്ത് വരക്കണം കഴിയുന്ന ഒരു ഓപ്ഷനാണ് പോളി ലൈൻ എന്നുള്ളത്. പോളിലൈനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിലൈൻ ഒരു സിംഗിൾ എൻറ്റിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരൊറ്റൊരു സെലക്ഷൻ കൊണ്ട് കംപ്ലീറ്റ് ഒബ്ജക്റ്റും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇതൊരു കംപ്ലീറ്റ് ഹോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. സോ ഇത് മൂവ് ചെയ്യുന്ന ആ സമയത്താണെങ്കിലും കംപ്ലീറ്റ് ആയിട്ടാണ് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ സിംഗിൾ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് സെലക്റ്റഡ് ആവും, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പോളിലൈൻ ഒന്നും കൂടി പറയാം. പോളിലൈൻ എടുക്കുക, ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഇപ്പൊ ലൈനിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് ലൈൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ ലൈനിന്റെ ലെങ്ത് അറിയാമെങ്കിൽ ലൈനിന്റെ ലെങ്ത് 100 എൻ്റർ ചെയ്യാം. ദെൻ അവിടെ വെച്ചൊരു ആർക്ക് വേണം എങ്കിൽ നമുക്ക് ആർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ പോയിന്റ് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ലൈനിലേക്ക് മാറും. വീണ്ടും ആർക്ക് ആകണമെങ്കിൽ അവിടെ വെച്ച് ആർക്ക് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്. സോ അങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ ആൻഡ് ആർക്ക് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിഗറുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് പോളിലൈനിന് സിംഗിൾ എൻറ്റിറ്റി ഉള്ള ഒരു ഫിഗറാണ്. അതായത് ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫിഗറും നമുക്ക് എസ്കേപ്പ് ചെയ്ത കമാൻഡ് പോകുന്നതായിരിക്കും. സോ ബാക്കിയുള്ള ഡ്രോ കമാൻഡുകളെ കുറിച്ച് അടുത്ത ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഇനി അടുത്ത ഡെമോൺസ്ട്രേഷൻ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ ഓട്ടോകാഡിൻ്റെ 2 തിയറി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓട്ടോകാഡിൻ്റെ. അതൊന്ന് കാണുക. അങ്ങനെയാകുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഇതിലുള്ള ഓരോ ടൂളും നമുക്ക് അവിടെ ഓരോ കമാൻഡും അതിൻ്റെ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിന് ഏതൊക്കെ സബ് കമാൻഡുകൾ ഉണ്ടെന്നൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.